ഹലോ, ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മദ്രാസി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ നമ്മുടെ AR മുരുകദാസിന്റെ രചനയിലും സംവിധാനത്തിലും ഇറങ്ങിയ ഒരു സിനിമയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ആക്ഷൻ മൂവി കൂടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആക്ഷൻ സീക്വൻസും പിന്നെ അതിന്റെ റൊമാൻസും പിന്നെ അതിൽ വരുന്ന കുറച്ച് വയലൻസും ഒക്കെ അടിപൊളിയാണ്. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സിനിമ നല്ലൊരു ത്രില്ലിംഗ് ആയിരിക്കും. ഞാൻ ഇന്നലെയാണ് ഈ സിനിമ കണ്ടത്. ഈ സിനിമ വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു, പക്ഷെ എനിക്ക് കാണാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഒരു രക്ഷ കേട്ടോ. ഇതിന്റെ മേക്കിങ്ങും ആർട്ട് വർക്കും പിന്നെ ഫൈറ്റ് സീനും ഒക്കെ പൊളിയാണ്. നമ്മുടെ ശിവകാർത്തികേയൻ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ശിവകാർത്തികേയൻ ഉണ്ട്, ബിജുമേനോൻ ഉണ്ട്, പിന്നെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് രുക്മിണി, പിന്നെ നമ്മുടെ വിദ്യുത്ത് ഉണ്ട്, അതേപോലെ വിക്രാന്ത് തുടങ്ങിയവരൊക്കെയാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുരുകദാസിന്റേതായ കാരണം കൊണ്ട് അതിന്റേതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഒരു ബോറടി ഒന്നുമില്ല കേട്ടോ. ശരിക്കും ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. സിനിമയുടെ പേര് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, മദ്രാസി എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ശിവകാർത്തികേയന്റെ ആക്ടിംഗ് ഒന്നും ഒരു രക്ഷയില്ല. ആളൊരു മെന്റലി ചെറിയൊരു പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻസ് കൺമുന്നിൽ, അതായത് അവന്റെ ഫാമിലി ഒരു അപകടത്തിൽ പെടുന്നത് ഇവന്റെ കൺമുന്നിൽ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇവന്റെ ഒരു ചെറിയൊരു മെന്റൽ ഡിസോർഡർ വരുന്നത്. പിന്നെ അവനക്ക് അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ഉണ്ടാവുമ്പോൾ അവന്റെ വീട്ടുകാർ അല്ലെങ്കിൽ അവന്റെ ഫാമിലി ആണായിട്ട് തോന്നുന്നു, അവരെ രക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ഇവന്റെ ഒരു ക്യാരക്ടർ വരുന്നത്. അങ്ങനെയാണ് ഇതിൽ നായിക കഥാപാത്രം ഇവനെ ഇഷ്ടപ്പെടുന്നതും ഇവനെ അറിയുന്നതും. പിന്നെ അതിനുശേഷം ഇവർ തമ്മിലുള്ള ഇഷ്ടം വന്നതിന് ശേഷം ആ ഒരു സീക്വൻസ്, അതായത് ആ രക്ഷപ്പെടുത്തുന്ന ഒരു കഴിവ് ഇവന്റെ പോയി എന്ന് തോന്നുമ്പോൾ ഇവനെ ഉപേക്ഷിച്ച് പോവുകയാണ്. പിന്നെ അതിനുശേഷം ഇവർ സൂയിസൈഡ് ചെയ്യാൻ നടക്കണം. അങ്ങനെയാണ് നമ്മുടെ ബിജുമേനോൻ എന്ന് പറയുന്ന ബിജുമേനോന്റെ ക്യാരക്ടറെ നമ്മൾ കാണുന്നത്. ബിജുമേനോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഒരു എന്താ പറയാ കുറച്ച് ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതിലുള്ള ക്രിമിനൽസിലൊക്കെ ആയിട്ടാണ് നമ്മുടെ വിദ്യുത്തും പിന്നെ വേറൊരു പയ്യനോട് ഇത് അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്. അവിടെ അതായത് തമിഴ്നാട്ടില് ഗൺസ് വരുന്നു. ഗൺസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ശിവകാർത്തികേയനെ ഇവര് എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇൻസിഡൻസിലൂടെയാണ് പിന്നെ ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഫൈറ്റ് ആർട്ട് വർക്ക്, പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ നമ്മുടെ അനിരുദ്ധ ആണെന്ന് തോന്നുന്നു മ്യൂസിക് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയാം, അനിരുദ്ധ ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് കേട്ടിട്ടും എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. പക്ഷെ എന്തായാലും ഈ സിനിമ ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് കണ്ടപ്പോൾ ചില ഫൈറ്റുകളൊക്കെ നല്ല രസമുണ്ട്. ലാസ്റ്റിൽ വരുന്ന ഫൈറ്റും ഇവനക്ക് ആ മെന്റലി ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇവനൊരു മെഡിസിനൊക്കെ കഴിക്കുന്നതാണ്. അപ്പൊ മെഡിസിനൊക്കെ നിർത്തിയ സമയത്ത് അവന്റെ ഒരു സ്വബോധം എന്ന് പറയുന്നത് ഒരു അനിമലായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് എന്താ പറയാ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പിന്നീട് മാറുന്നത്. അതുപോലെ തന്നെയാണ് ഫൈറ്റും വരുന്നത്. ഫൈറ്റിന്റെ കാര്യത്തിൽ നമ്മുടെ വിദ്യുത്തും ഒട്ടും മോശമല്ല കേട്ടോ. അങ്ങനെ ഒരു ഫസ്റ്റ് സീന് കാണിക്കുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളി ഫൈറ്റാണ്. ശരിക്കും നമുക്ക് ഒരു ജാക്കി ചാൻ മൂവീസിലൊക്കെ കാണുന്ന പോലെ ചാടി മറിഞ്ഞിട്ടുള്ള ഫൈറ്റ് കണ്ടിട്ടാണ് നമ്മൾ വിദ്യുത്തിന്റെ. നമ്മുടെ ശിവകാർത്തികേയനാണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് സമയത്ത് ഇവർ രണ്ടാലും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള വില്ലന്മാരായിട്ടൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഫൈറ്റൊക്കെ കാണാനും നല്ല രസമാണ്. പിന്നെ ഇതിന്റെ മേക്കിംഗ് ഞാൻ പറഞ്ഞില്ല, ശരിക്കും ഒരു ഫൈറ്റൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു സീനുകളൊക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഇടിക്കാനുള്ള ഒരു മൂഡൊക്കെ തോന്നുന്ന ഒരു രീതിയിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് മദ്രാസി എന്ന സിനിമ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾ എത്ര ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയിട്ടില്ല. കണ്ടവരൊക്കെ എനിക്ക് എന്തായാലും കമന്റ് താഴെ ഈ വീഡിയോയുടെ താഴെ അറിയിക്കണം. അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ ഒരു ത്രില്ലിങ്ങും അതേപോലെ ഒരു വയലൻസ് മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. കാണാത്തതുണ്ടെങ്കിൽ കണ്ടോളൂ. ഇത് എനിക്ക് തോന്നുന്നു OTT മൂവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.